ബി.ജെ.പി. ജനപ്രതിനിധികളുടെ ഡൽഹി യാത്രയ്ക്ക് കേരളത്തിന് പുറത്തും ആവേശോജ്വലമായ സ്വീകരണം. കോയമ്പത്തൂരിൽ ബി.ജെ.പി. പ്രവർത്തകർ താമരപ്പൂക്കൾ നൽകി കേരളത്തിലെ ജനപ്രതിനിധികളെ സ്വീകരിച്ചു. കോയമ്പത്തൂരിൽ നിന്നും ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൗൺസിലർമാരുടെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് കേരളത്തിൽ വലിയ സ്വീകരണം ലഭിച്ചു. അതിനുശേഷം കേരളം വിട്ട് യാത്ര ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് ബി.ജെ.പി. പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. താമരപ്പൂക്കൾ നൽകിക്കൊണ്ടാണ് ഈ ബി.ജെ.പി. ജനപ്രതിനിധികൾക്ക് താമരപ്പൂക്കൾ നൽകിക്കൊണ്ടാണ് തമിഴ്നാട് ബി.ജെ.പി. പ്രവർത്തകർ അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. കേരളം പോലെ തന്നെ എതിർ രാഷ്ട്രീയ കക്ഷിയുടെ വലിയ അല്ലെങ്കിൽ അവരുമായിട്ട് വലിയ പോരാട്ടം നടത്തുന്ന ഒരു മണ്ണ് തന്നെയാണ് തമിഴ്നാടും. തമിഴ്നാട്ടിലും ബി.ജെ.പി. കേരളത്തിലെ പ്രവർത്തകർക്ക് സമാനമായിട്ടുള്ള വലിയ കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് പ്രതിസന്ധികൾ നേരിട്ട് തന്നെയാണ് തമിഴ്നാട്ടിലും അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയാലും അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലുള്ള പ്രവർത്തകർ കേരളത്തിലെ ആ വിജയത്തെ അത്രമാത്രം മഹത്തരമായി കണക്കാക്കിക്കൊണ്ട് അവർ ഈ ഒരു വലിയ സ്വീകരണം ബി.ജെ.പി. പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും രണ്ട് സംസ്ഥാനങ്ങളിലെയും ബി.ജെ.പി. പ്രവർത്തകരുടെ ആ ഒരു ഐക്യം അല്ലെങ്കിൽ ആ ഒരു ഒരേ മനസ്സോടുകൂടി രാഷ്ട്രകാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യം തന്നെയാണ് ഇവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആവേശോജ്വലമായിട്ടുള്ള ആഘോഷപൂർവ്വമായിട്ടുള്ള ആ സ്വീകരണം തന്നെയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ബി.ജെ.പി. പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. പ്രവർത്തകർക്ക് തമിഴ്നാട് ബി.ജെ.പി. പ്രവർത്തകർ നൽകിയിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.